ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. പോകുന്നത് നിങ്ങൾക്ക് ഒരു കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ചെറിയ രീതിയിൽ നമ്മൾ ഒന്ന് മെനക്കെട്ട് നിന്നാൽ മതി. തീരെ നമ്മൾ ആക്റ്റീവ് ആവാത്ത ഒരു സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കില്ല. അത്യാവശ്യം ചെറിയ രീതിയിലെങ്കിലും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതായത് നമ്മൾ കുറച്ച് അധ്വാനിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾക്ക് നമുക്കൊരു കണ്ടൻറ്റും അറിയില്ല, നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈമില്ല, ഒരു ഐഡിയ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ നമ്മുടെ സാധാ കാണുന്ന റീൽ ഇതൊക്കെ പലതരത്തിലുള്ള റീലുണ്ട്. അപ്പോൾ ആ ഇപ്പോൾ ഈ ഒരു റീല് നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു റീലിന് നമ്മൾ ഡ്യുവറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ റീച്ചായി കഴിഞ്ഞാൽ അങ്ങനെയും നമ്മൾക്ക് റീൽ മുഖാന്തരം നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ആ ടൂള് ലഭിക്കണം, കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് ലഭിക്കണം. ഇത് എങ്ങനെയുള്ള റീൽസ് നമ്മൾ സെലക്ട് ചെയ്യണം? നല്ല രീതിയിൽ കോമഡി ആയിട്ടുള്ള റീല്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നല്ല സസ്പെൻസ് ഉള്ള റീല്, ഇങ്ങനെയുള്ള റീലൊക്കെ അത് ഓൾ ഇന്ത്യ ലെവലിൽ ഹിന്ദിയിലും കിട്ടും. നമുക്ക് മറ്റുള്ള പല ഭാഷയിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ നമുക്ക് കിട്ടും. അത് ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള റീൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇതുപോലുള്ള ഈ 3 ഡോട്ടിൽ, ഇവിടെ കാണുന്ന ഈ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോക്ക് ഡ്യുവറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. കണ്ട ഇവിടെ റിമിക്സ് ദിസ് റീല് നമുക്ക് കാണാൻ സാധിക്കും. ഈ റിമിക്സ് ദിസ് റീലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റീല് ഒരു സൈഡിലും നമ്മളുടെ ഫേസ്, നമ്മളുടെ എക്സ്പ്രഷൻ കൊടുക്കാനുള്ള ഭാഗം ഒരു സൈഡിൽ ആ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ നിലവിൽ ഫ്രണ്ട് ക്യാമറ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ താഴെയുള്ള ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഒരു ഭാഗത്ത് നടക്കുന്നതായിരിക്കും, വേറൊരു ഭാഗത്ത് നമ്മളുടെ എക്സ്പ്രഷൻ അതിൽ കാണിച്ചിരിക്കണം. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ആ റീല് സ്റ്റാർട്ടായി. നമ്മൾ ഡയലോഗോ അല്ലെങ്കിൽ എക്സ്പ്രഷനോ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണം. അപ്പോഴായിരിക്കും നമ്മളുടേതായ ഒരു കണ്ടന്റ് അതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ആകുന്നത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അതൊന്നും ഇല്ലാതെ ഒരു ബിംബം പോലെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ റീച്ച് ആവുമായിരിക്കും, ഇൻവാലിഡ് ആക്ടിവിറ്റി ആവും ഫേസ്ബുക്കിൽ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ കൂടുതലായും ഇങ്ങനെ ചെയ്യുന്നവർ നല്ല രീതിയിലുള്ള കോമഡി കണ്ടന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ റിമിക്സ് ചെയ്തിട്ട് അതിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെയുള്ള ഈ ടൈറ്റിൽ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടേതായിട്ടുള്ള ഒരു കണ്ടൻ്റായിട്ട് വരും. അല്ലാതെ നമ്മളൊരു അവിടെ ഒന്നും കൊടുക്കാണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അവരുടെ കണ്ടൻ്റ് ആവും. നമ്മളത് കോപ്പിറൈറ്റ് എടുത്ത പോലെ ഇൻവാലിഡ് ആക്ടിവിറ്റി ആയിട്ട് അത് ചിലപ്പോൾ ഫേസ്ബുക്കിൻ്റെ കണ്ണിൽ പെട്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ അത് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഈ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കറുകൾ കാണാൻ സാധിക്കും. ഈ സ്റ്റിക്കറൊക്കെ നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴെയുള്ള ഈ നെക്സ്റ്റ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പ്രോസസ്സിങ് ആയതിനു ശേഷം ഈ ഒരു ഭാഗത്തായിരിക്കും എത്തുന്നത്. നമുക്ക് ഇവിടെയുള്ള മാറ്ററൊക്കെ കൊടുത്ത് ഹാഷ്ടാഗ് എല്ലാം കൊടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കേണ്ട രീതിയിലൊക്കെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ അപ്ലോഡ് ആവുന്നതായിരിക്കും. അത് നമ്മളുടേതായിട്ടുള്ള ഒരു റീലായിട്ട് വരികയും ചെയ്യും. അപ്പം ഞാനിത് എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അവർക്ക് അറിയില്ല എങ്ങനെയാണെന്ന് ചെയ്യുന്നത്. ഡെയിലി ഓരോ ആൾക്കാർക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഐഡിയ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ കൂടെ ക്യാമറയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ചെറിയൊരു ഐഡിയ ആണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാം. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി നേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.